ഒരുക്കുന്ന കുട്ടിപ്പാട്ടുകാരുടെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടി ടോപ്പ് സിംഗർ, പ്രസന്റഡ് ബൈ മഹാലക്ഷ്മി സിൽക്സ്, പവർഡ് ബൈ ഐടെക്സ് ഡാസ്ലർ ലൂമിനസ് ലിക്വിഡ് മേക്കപ്പ്, ഹെൽത്ത് പാർട്ണർ ലൈൻ അറേബ്യൻ ഡേറ്റ്സ്. കൊച്ചു പാട്ടുകാരോട് കൂട്ടുകൂടി അവർക്ക് ആവേശവും പ്രചോദനവും നൽകുന്ന നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, സിതാര ചേച്ചി, കുട്ടിപ്പാട്ടുകാരുടെ ഗാന വസന്തത്തിന് ഈണമേകുന്ന നമ്മുടെ സ്വന്തം ടോപ്പ് ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. കരുനാഗപ്പള്ളിയുടെ മുത്ത്, ടോപ്പ് സിംഗറിന്റെ ഭാവഗായകൻ, വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ആദിത്യൻ. വെൽക്കം ഓൺ സ്റ്റേജ്. 1987 പുറത്തിറങ്ങിയ നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ ശ്യാം സാർ മ്യൂസിക് ചെയ്ത് ദാസങ്കിൾ പാടിയ വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ് ഞാനിന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത്. ഈ സിനിമയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയാണ്. അതുപോലെ തന്നെയാണ് ഇതിലെ പാട്ടുകളും, അതെല്ലാവർക്കും ഇഷ്ടമാണ്. ആദിത്യ ആദിത്യ ഓടിവാ, ആദിത്യ ആദിത്യ ഓടിവാ. അവന്റെ മുഖലക്ഷണം കണ്ടാൽ അറിയാം ഇന്ന് നെയ്ച്ചോറ് അവനാണ് കിട്ടാൻ പോകുന്നത്. സംശയമില്ല. കിട്ടിയില്ല ചോദിച്ചോട്ടോ. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന നെയ്ച്ചോറ് വരും എന്നാണ് വിചാരിക്കുന്നത്. നെയ്ച്ചോറും ചിക്കൻ, നെയ്ച്ചോറും ചിക്കനും തരാം കേട്ടോ. ബിരിയാണി സാറ് കഷ്ടപ്പെട്ട് ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് അവിടെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കടയിൽ നിന്ന് 2350 രൂപ നെയ്ച്ചോറിന് GST. നെയ്യെന്നൊക്കെ പറഞ്ഞ പരിശുദ്ധമായ പശുവിന്റെ ഇന്ന് പരിശുദ്ധമായ നെയ്യെടുത്ത് 3:30 മണിക്കാ ഉറങ്ങിയത് വന്നു കിടന്ന്. നെയ്ച്ചോറുണ്ടാക്കി അതിന്റെ കൂടെ എന്തൊക്കെയോ ഉണ്ട്. അതിനകത്ത് അണ്ടിപ്പരിപ്പ്, പിന്നെ കിസ്മിസ്, കുറച്ച് ബാക്കി അണ്ടിപ്പരിപ്പ് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം 3:30 മണി തൊട്ട് 5:30 മണി വരെ ഇവിടെ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തിന് കൊടുക്കുമ്പോ എനിക്കും തരുമോ കുറച്ച്? പിന്നെ ഇത് ഗ്രാമ്പ്, ഏലക്ക, പട്ട, കറുവപ്പട്ട, പട്ട ഇട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പട്ടയൊക്കെ അടിച്ചിട്ടാണ് ഇവിടെ വന്നത് കേട്ടോ. ഇപ്പൊ അത് തരും കേട്ടോ. ഇപ്പൊ തരും. പക്ഷേ ഓൺ വൺ കണ്ടീഷൻ. ഏതാണ് പാട്ട്? വൈശാഖ സന്ധ്യ. അത് സൂപ്പർ ആയിട്ട് പാടണം. അത് പാടിയാൽ നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും ഇവിടെ കിട്ടും. ഓക്കെ, എനിക്ക് ഇഷ്ടമാണോ? ഇല്ല, നെയ്ച്ചോറിന് വേണ്ടി പാടുന്നില്ല, ഗ്രേഡിന് വേണ്ടി പാടാം. എന്നാ നിനക്ക് നെയ്ച്ചോറ് ഇല്ല, ഞാൻ തിന്നോളാം. ഇനി അടുത്ത കണ്ടസ്റ്റന്റ് ഞാൻ കൊടുത്തോളാം. എന്തിനു? ഞാനിവിടെ നിപ്പില്ലേ, ഞാൻ കഴിച്ചോളാം. മീനൂട്ടിക്ക് സ്പെഷ്യൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആണോ? വേറെ ഉണ്ടോ? ഗ്രേഡും വേണം. അങ്ങനെ പറയാം, രണ്ടും കൂടെ പേടി. അപ്പൊ നിനക്ക് നെയ്ച്ചോറും തരും, ചിക്കൻ ഫ്രൈയും തരും, പിന്നെ ഗ്രേഡും തരും. ഓക്കെ, പക്ഷെ സൂപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല കേട്ടാ. ഓക്കെ. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിത നധര കാന്തിയോ, ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ. സന്ധ്യയെ ഒരുപാട് കൂടുതൽ സംഗതി പാടുന്നത്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇത് സ്ലോ ആയിട്ട് പാടേ. ഇത്രേ ഉള്ളൂ. പഠിക്കാം. വൈശാഖസന്ധ്യേ. അത്രേ ഉള്ളൂ. സ്പീഡ് കറക്റ്റാണോ? നിനക്ക് അതിനകത്ത് കയറ്റാൻ പറ്റുമോ? അത് കംഫർട്ടബിൾ ആയിട്ട് നോക്ക്. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അവിടെ കുറച്ച് ഫീലിംഗ് കൂടെ കൊടുക്ക്. വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഹിത നധര കാന്തിയോ. ഓക്കെയാണോ? അത് കുറയ്ക്കണോ? വേണ്ടല്ലോ. എടേ, അവിടെ അങ്ങനെ സംഗതി ഉണ്ടെന്ന് വിചാരിക്കാതൊക്കെ പാടിക്കോ. റെഡി, ടേക്ക്.
വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധരകാന്തിയോ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധരകാന്തിയോ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധരകാന്തിയോ ഓമലേ പറയൂ നീ വിണ്ണിൽ നിന്നു പാറി വന്ന ലാവണ്യമേ വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമസഖിതനധരകാന്തിയോ താങ്ക് യു. ആദിത്യ എന്തോ സൂപ്പർ സോങ്, സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് Thank you, പാടി, sir. വെരി ഗുഡ്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഇങ്ങനെ എന്താണ് ആ കാലഘട്ടത്തിലോട്ട് കൊണ്ടുപോകണം. കാരണം ഈ സിനിമ നമ്മളിങ്ങനെ ടി വിയിലൊരു 100 പ്രാവശ്യം കണ്ടാലും മതിയാവില്ല. കാരണം മോഹൻലാല്, ശോഭന, ഇവർ ചായ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മുടെ സത്യനന്ദിക്കാട് സാറിൻ്റെ പടമല്ലേ, അത് സിമ്പിളായിട്ടുള്ള സംഭവമാണ് അത് കാണിച്ചിരിക്കുന്ന പിക്ചറൈസേഷനിൽ. പക്ഷെ ആ സിംപ്ലിസിറ്റി പോലും അത് നമുക്കിപ്പോഴും എപ്പോഴും ഇനിയൊരു 100 വർഷം കഴിഞ്ഞാലും നിൽക്കും. ചായ വേണോ എന്നൊക്കെ മോഹൻലാൽ ചായ വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ടല്ലോ. അത് അവരുടെ ആ ഇൻറ്റിമസി എന്ന് പറയുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു അതിനെന്താ ഒരു വാക്ക് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. അത്ര ഒരു മനോഹരമായ ഇൻറ്റിമൻസി പിന്നെ സത്യൻ സാറിന് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്, ഡയറക്ടർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ കാര്യം പറയണ്ട, അത് എന്ത് വേണമെങ്കിൽ ചെയ്തോളും. കാരണം കൊടുത്താൽ മതി അത് ചെയ്തോളും. അത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതുപോലെയാണ് പാട്ട് മോനെ. അപ്പോൾ അതിനകത്ത് മോന് ഇത്രയും കഷ്ടപ്പെട്ട് പാടുണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം അങ്കിളിനുണ്ട്. അപ്പോൾ അതായത് ആ സന്ധ്യയ്ക്ക് ബാക്കിയുള്ള എല്ലാത്തിനും ഫുള്ളായിട്ട് ആ സംഗതി പാടാതെ അതിനെ കുറച്ച് ലൈറ്റർ വേർഷൻ ആക്കി കഴിഞ്ഞാൽ
ഭയങ്കര രസമായിരിക്കും. അതായത് ആ ദാസേട്ടൻ പാടിയ കേട്ടില്ലേ? ശ്രുതി ഒന്ന് ഓർക്കാം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ നധര കാന്തിയോ നാനനേ നാനനാ നാനിനീന താരിനാനലാവണ്യമേ. സുഭാഷ് ഇത്രേ ഉള്ളൂ. അതിനെ ഒരു ചുരുക്കി വെച്ച് അതിനകത്ത് അടച്ച് കൂട്ടി മോൻ പാടി ഞാൻ കേൾപ്പിച്ചുതരാം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതൻ അതര കാന്തിയോ ആമലേ നാനു നീ വിണ്ണിൽ നിന്നും പാറിവ. അത്രയും മതി. അത്രയും സംഗതികൾ മോൻ അതിനകത്ത് കൊണ്ടുവരാൻ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. നിങ്ങൾ ആദ്യം പാടില്ലേ, അതിൻ്റെ ചെറിയ വെർഷൻ അത്രേ ഉള്ളൂ. മോൻ കറക്റ്റായിട്ടാണ് സംഭവം, അത്ര ഉണ്ട്. പക്ഷെ അതിങ്ങനെ വോയിസിലൂടെ ഇങ്ങനെ ഒഴുക്കി അങ്ങോട്ട് ദാസേട്ടൻ. അതാണ് ദാസേട്ടൻ. കാരണം നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതിനകത്ത് ഇത്രയും സംഗതി, എന്നാ അത്രയും സംഗതി ഉണ്ട് അതിന്. നന്നായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി, ഇടിച്ചു പൊളിച്ചു. താങ്ക് യു സർ. ഇനി ആ സംഗതി പാടിയാലുണ്ടല്ലോ, നേരത്തെ പാടിയില്ലേ, ആ സംഗതി ഇനി പാടിയാലുണ്ടല്ലോ, നല്ല ഇടി അങ്ങോട്ട് പോരും എടാ. പിന്നെ മക്കള് പാടിയതേ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. എനിക്ക് തോന്നി ഒരു 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 കഷ്ണം ഭാവം കൂടി ചേർത്താൽ. അതെ, ഒരു കഷ്ണം ഭാവം സൂപ്പറായിരുന്നു. നമ്മൾ നെയ്ച്ചോറിലൊക്കെ ചിലപ്പം ഈ നാരങ്ങക്കറിയോ അല്ലെങ്കിൽ ഡേറ്റ്സ് അച്ചാറോ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അല്ലേ? അത്രയും ടേസ്റ്റ് ശരിക്ക് നമ്മൾ ഭാവമായിട്ട് ഈ പാട്ടിന് കൊടുക്കണം. അപ്പോൾ നെയ്ച്ചോറ് കുശാലായിരിക്കും. ഒന്നു കാണുവാൻ, അത് ഒന്ന് കാണുവാൻ, ആ സംഗതിയും ചേട്ടൻ പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ. എന്നില്ല. അത് അങ്ങനെ ഒന്ന് പാട്. ഒന്ന് കാണുവാൻ എന്ന് പറയുമ്പോ അതിന്റെ സ്നേഹമൊക്കെ കൊണ്ടൊന്ന് പോരട്ടടാ മോനെ. കമോൺ 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 കമോൺ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ. അടുത്ത് കഴിഞ്ഞ കാലം കൊഴിഞ്ഞ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം. കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടന്നു. പൂത്തുവിടന്നു. ഞാൻ പറഞ്ഞ നോട്ട്സ് ഒക്കെ കറക്റ്റ് ആണ്. ഈ ഒരു കഷ്ണം ഭാവം, കുറച്ച് നാരങ്ങ അച്ചാർ, ഡേറ്റ്സ് ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ. പൂത്തുവിടന്നു. അടുത്തത് മൂകമാമെൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു. മൂകമാമെൻ മനസ്സിൽ. ഓക്കെ, അങ്ങനെയൊക്കെ പാടണം. അങ്ങനെയൊക്കെ പാടി കഴിഞ്ഞാൽ എല്ലാരും ഇവരൊക്കെ ഉണ്ടല്ലോ അറിയാതെ ഇങ്ങനെ കൈയടിക്കും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സാധനം മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണ്? നെയ്ച്ചോറ്. അതിന്റെ കൂടെ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ. അവന്റെ വായിൽ വെള്ളം വന്നൊന്നും പറയാൻ കൂടി പറ്റണില്ല. ആദിത്യ നല്ലതായിരുന്നു കണ്ണ, നല്ല പെർഫോമൻസ്. ഈ പാട്ട് ഇങ്ങനെ എടുത്തു വന്നപ്പോഴേ നമ്മൾ ചില പാട്ടുകൾ മനസ്സിലുണ്ടാവുമല്ലോ, അത് ഏത് കണ്ടസ്റ്റന്റ് പാടണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും നമ്മള്. അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു ഈ പാട്ട്. ആദ്യത്തിനെ സെലക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യത്തിന് ഇങ്ങനത്തെ തരം പാട്ടുകൾ നല്ല ഭംഗിയായിട്ട് പാടുന്ന കുട്ടിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ കാര്യം തന്നെ പറയാനുള്ളൂ. ആ സംഗതി കുറച്ച് എക്സ്ട്രാ. ചില പാട്ടുകളുടെ സംഗതികൾ അങ്ങനെയാണ്. ഈ പ്രമദവനത്തിൻ്റെ അകത്ത് എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, അത് എത്ര കറക്റ്റ് നൊട്ടേഷൻ പാടിയാലും നമുക്ക് ഒറിജിനലുമായിട്ട് തോന്നുകയില്ല. അതേപോലെ ഇതിനകത്ത് ഭയങ്കര ഒന്നാമത് സാറിൻ്റെ ആ പാട്ട് ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ തേന് മാതിരി ഉണ്ടല്ലേ ആദിത്യ. ആ പാട്ട് ഹെഡ്ഫോണിൽ കേൾക്കാൻ എങ്ങനെയാ ഭയങ്കര സുഖമല്ലേ. അപ്പോൾ അത് നമുക്കിനി വേറെ എങ്ങനെ കേട്ടാലും തൃപ്തിയാവില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ച് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലോണം. അനുപല്ലവിയിലും ചരണത്തിലും ഒരേ ഭാഗത്താണ് പ്രശ്നം തോന്നിയത്. ഒരു സ്ഥലത്ത് ഫ്ലാറ്റായിരുന്നു പാടിയ. കുറേ സംഗതികൾ ഒരുമിച്ച് വരുന്നൊരു വരിയില്ലേ, അത് അനുപല്ലവിയിലും ചരണത്തിലും ഒരേപോലത്തെ മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ബാക്കി വേറെ ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിംഗിങ്.
ഇങ്ങനത്തെ പാട്ടൊക്കെ പഠിക്കുന്നത് ആദ്യത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ചൊക്കെ നാളെ കഴിയുമ്പോഴേക്കും പിടിച്ചാൽ കിട്ടാത്ത സിംഗറായിട്ട് മാറുകയെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോ നെയ്ച്ചോറ് തന്നിട്ട് ഗ്രേഡ് വേണമോ അതോ ഗ്രേഡ് തന്നിട്ട് നെയ്ച്ചോറ് വേണോ? ഗ്രേഡ് തന്നിട്ട് നെയ്ച്ചോറ് മതിയടാ. ഉറപ്പിക്കാലോ, മറ്റേ നെയ്ച്ചോറിന് കാര്യം നിർത്താലോ. നെയ്ച്ചോറ് വന്നിട്ട് പറയാണ് ഇത്രയും പോരെ എന്നൊക്കെ പറഞ്ഞല്ലേ, പിന്നെ അവസാനം ഗ്രേഡ് ഇല്ലാതെ പോകേണ്ടി വരും. നെയ്ച്ചോറും ശാലും ചിക്കനും കൊണ്ട് വീട്ടിൽ പോകേണ്ടി വരും അല്ലേ മോനെ? അതല്ലേ നിന്റെ മനസ്സിൽ വന്നതല്ലേ? ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറ് വന്നില്ലെങ്കിൽ നമുക്ക് അവിടെ കൊല്ലത്തൊരു കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. എന്റെ മനസ്സിലുള്ള കംപ്ലീറ്റ് ഞാൻ എടുത്ത് ഇതിനൊന്നും മഷിയൊന്നും വേണ്ട അല്ലേ സാർ? ഇതിനൊന്നും മഷിയൊന്നും വേണ്ട. മഷിയൊക്കെ ഇടുന്ന പല കാര്യങ്ങളും എനിക്ക് അവനെ പിടിക്കാനുണ്ട്. ഞാൻ അവന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മഷി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ശിഷ്യനും കൊടുക്കും ഞാനൊരു ഒരു ശേഖരം, ഒരു ഇതിന്റെ അത്ര എന്താണ്, ഒരു കുരുമുളകിന്റെ അത്ര ഒരു ശിഷ്യനും കൊടുക്കും. കാരണം വേറെ ഞാൻ അത് എന്റെ ഗുരുനാഥൻ തരുന്ന ആ മഷി എടുത്ത് അതൊരു ഒടിവിദ്യയാക്കി അതിന്റെ കുറച്ച് സിത്തിന് കൊടുക്കും. ശിഷ്യക്കും കൊടുക്കും. ശിഷ്യ ഞാൻ. ഗ്രേഡ് എന്താണ്? ഗ്രേഡ് നെയ്ച്ചോറൊക്കെ അല്ലേ, ഒരു ഇരുന്നോട്ടെ. അതിന്റെ കൂടെ ഒരു നെയ്ച്ചോറും ഒരു ഡേറ്റ്സ് അച്ചാറും കൂടെ ചേർക്കും ചേട്ടാ. ഡേറ്റ്സ് അച്ചാർ, കുറച്ച് ഉള്ളിയും ആയിക്കോട്ടെ, അതും കൂടെ ഇരുന്നോട്ടെ. അപ്പൊ ഒരു പ്ലസും കൂടെ, അപ്പൊ A+. ഓ, ഒരു നെയ്സ് പുഷ് വരട്ടെ. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് A+ ഫോർ ദ സോങ്. ഒരു തടവ് സുന്ന 100 തടവ് സ്വന്തമാണ്. മ്യൂസിക് വേണമായിരുന്നു. രജനീകാന്തിന്റെ മാമനാ. ഇത്രയും നേരം വിളിയൊക്കെ ഇരിക്കായിരുന്നു, അതന്നെ ഒരു വിഷമം. ഇതാ പറ്റിയത് എനിക്ക് കേട്ടോ, അങ്ങോട്ട് പൊക്കോ. എന്നെ മാമൻ കൈയിട്ടില്ല കേട്ടോ. ഞാൻ ഉള്ള സത്യം പറയാണ്, മാമൻ കുറച്ചു മുമ്പേ ഇതേണ്ട ഇങ്ങനെ ആക്കുന്ന സത്യം. നീ കഴിച്ചില്ല, കുഴപ്പമില്ല. എന്നിട്ടാ മൂക്കൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടൊക്കെ ചൊറിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. എന്ത് കൊടുക്കണം ഗ്രേഡ് എന്നൊക്കെ ചോദിച്ചോണ്ട് ഇപ്പൊ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റില്ല എനിക്ക്. ചേട്ടൻ ഒരു വാതരട്ട. സാർ പ്ലീസ് സാർ കഴിക്കണം സാർ. സ്നേഹം ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല സാർ. അങ്ങനെ കഴിച്ച് നോക്കാം. ഒരു ചെറിയൊരു പുളിപ്പില്ലേ, ചെറിയ പുളിപ്പുണ്ട്. ഒരു ചെറിയ പ്രശ്നം മാത്രം പറ്റിപ്പോയി. ചിക്കൻ ഫ്രൈ ഞാൻ തന്നെ അങ്ങ് തിന്നു തീർന്നത്. പിന്നെ ചിക്കൻ കറിയുള്ളൂ, അത് ഇത് കൊണ്ടുപോയി കഴിച്ചോ കേട്ടാ. ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ. അല്ല, അവൻ കഴിക്കുമല്ലോ. കഴിക്കുമല്ലേ? കഴിക്കും. കൊണ്ടുപോയിക്കടാ, പോയി കഴിച്ചോ. നമുക്ക് ആദ്യത്തിന് ഭയങ്കര ഭാഗ്യാണ്, അങ്കിള് തന്നെ വന്ന് ഷെഫായിട്ട് വന്ന് വാരിയൊക്കെ കൊടുത്ത്. ഇപ്പൊ വീഴും. പാവം. ടോപ്പ് സിംഗർ വേദിയിൽ ജോൺസൺ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ ഇന്നിവിടെ പാടാനെത്തുന്നത് നമ്മുടെ സ്വന്തം ഓറഞ്ചുട്ടിയാണ്. ദേവിക, വെൽക്കം ഓൺ സ്റ്റേജ്. മേടപ്പൂ പട്ടും ചുറ്റി കണ്ണോരം നിന്നെ കാണുമ്പോൾ ഈ പുലരി. അയ്യോ, ഇതേ ഒരു മിക്കി മൗസ് നടന്നു വരുന്നുണ്ടോ? ഓറഞ്ചുട്ടിയൊക്കെ മാറി. മിക്കി മൗസ് ഒന്നല്ല, എന്റെ ഓറഞ്ച് കുട്ടിയാ. എന്ന് ചുമലക്കുട്ടിയായി. അയ്യോ, ഒരു ഒന്ന് കെട്ടിപ്പിടിച്ചോടാ. നെഞ്ചോകെ നെഞ്ചോകെ
എന്ത് പറയുന്നു? നല്ലതന്നെ. വിശേഷം? നല്ലതാണ്. പല്ല് പിന്നെയും പോയോ? സാരല്ല കേട്ടോ, ഈ പല്ലിന്ന് തേച്ചില്ല. പല്ല് തേച്ചില്ല. കള്ളം പറയണ്ട. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആന പല്ല് തേക്കുവോ? തേക്കും പറഞ്ഞു. പിന്നെ മടലിട്ടേക്കും, മടല്. രാവിലെ തേക്കുവോ? മടലൊക്കെ വായിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ആന ഇങ്ങനെ തുമ്പിക്കയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് എന്നിട്ട് പാപ്പാൻ ഇങ്ങനെ വലിയൊരു ചെറിയ ടൂത്ത് ബ്രഷ് അല്ല, വലിയൊരു ടൂത്ത് ബ്രഷ് വന്നിട്ട് ഇങ്ങനെ ആനയ്ക്ക് ഇങ്ങനെ തേച്ചു കൊടുക്കും. ഇനി മാമൻ കുതിര പല്ല് തേപ്പിക്കും. അതേത് ബ്രഷ് ഇട്ടാണ്? അത് ആനേന്റെ കയ്യിൽ ലേശം. അല്ലല്ല, അത് ചൂലിന്റെ കുറ്റിയില്ലേ, കുറ്റി. നല്ല ഇത് കണ്ടോ, നല്ലൊരു റോസാപ്പൂ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. റോസാപ്പൂവിനാണോ എന്റെ ഓറഞ്ച് ഊട്ടിക്കാണോ കൈയടി കൊടുക്കേണ്ടത്? ഓറഞ്ച് ഊട്ടിക്ക്. ഓറഞ്ച് ഊട്ടിക്ക് നല്ലൊരു കൈയടി കൊടുക്കുന്നത്. ഏതാണ് പാട്ട് മക്കളെ? കണ്ണൻ എന്ന് പേര്. കണ്ണൻ എന്ന് പേര്. പിന്നെന്താ? ദേവതിനാള് ആ, ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോ. എന്ത് രസമാണ്. ഈ പാട്ട് കഴിയുമ്പോഴത്തേക്കും മീനൂട്ടി പറയും നല്ല രസമായിട്ട് പാടിയേട്ടാ. രസായിട്ടില്ല, രസത്തിൽ പാടി. അപ്പൊ പോയി പാടിക്കാം. ഞാൻ ഇന്ന് ജോൺസമ്മ ഷെയ്ത്ത് റൗണ്ടിൽ പാടാൻ പോകുന്നത് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന സിനിമയിലെ ചിത്രാമ്മ പാടിയ കണ്ണൻ എന്ന് പേര് എന്നുള്ള പാട്ടാണ്. ഈ പാട്ട് ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ട്. കണ്ണനെന്നു പേര് ദേവതിനാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം. മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ, മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ. സൂര്യനായുണരുമെൻ കൈകളിൽ കണ്ടാലും കണ്ടാലും കൊതി തീരില്ല. കണ്ണനെന്നു പേര് ദേവതിനാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം.
മോളെ എങ്ങനെ ഉണ്ടായിരുന്നു പാടിയത്? എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് പറഞ്ഞോട്ടെ. ആ. ചക്കര അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ണ താങ്ക് യു. സൂപ്പർ ആയിരുന്നു. അത് മതി, എല്ലാത്തിനും അത് തന്നെ പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. മോളു, എന്തോ മോളിത് നല്ലൊരു പാട്ടാണ്. കാരണം ഞാനിത് ഈ പാട്ടിന്റെ റെക്കോർഡിങ് ഞാൻ നേരിട്ട് കണ്ടാസ്വദിച്ച ഒരു വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് ജോൺസേട്ടന് കൈതപ്പുറം. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടാൻ കാര്യം ഈ പാട്ട്, ഇതിനകത്ത് ഇത് എഴുതിക്കൊണ്ടിരുന്ന കൈതപ്പുറം രേവതി നാളെന്ന് കയറ്റി. എനിക്ക് തോന്നുന്നു കൈതപ്പുറം ചേട്ടൻ്റെ നാള് രേവതിയാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ നാൾ രേവതിയാണ്, മോഹൻലാലിൻ്റെ നാൾ രേവതിയാണ്. അങ്ങനെ ഒരുപാട് രേവതിക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്, ഈ സിനിമാ ലോകത്തുണ്ട്. അപ്പോൾ അങ്ങനൊരു പേര് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു നമ്മുടെ ജാതകം വെച്ചിട്ട് നക്ഷത്രം വെച്ചിട്ടൊരു പേര് വന്നപ്പോൾ ഒരു രസം തോന്നി. അങ്ങനെ ആ പാട്ട് ഞാൻ ഇതുപോലെ ഇവരുടെ കമ്പോസിങ് സെഷൻ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് കേട്ടപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് പോയി. ഇത് രണ്ടുപേര് പാടിയിട്ടില്ലേ? ദാസേട്ടനും പാടിയിട്ടുണ്ട് അല്ലേ? മോൾ ഏത് കേട്ടാ പഠിച്ചത്? രണ്ടും കേട്ടോ പഠിച്ചു. അങ്ങനെ കേൾക്കരുത് മോളെ. മോളിപ്പോൾ ഏത് വെർഷനാണ്? ഫീമെയിൽ വെർഷനാണോ മെയിൽ വെർഷനാണോ കേട്ടത്? മനസ്സിലായില്ല, മെയിൽ ഫീമെയിൽ മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഫീമെയിൽ ആണോ മെയിൽ ആണോ? ചേച്ചി പാടിയതാണോ ചേട്ടൻ പാടിയതാണോ കേട്ട് പഠിച്ച ആരുടെ സൗണ്ട്? ചേച്ചി പാടിയത്. അതിനകത്ത് ഫീമെയിൽ ഒരുപാട് സംഗതിയുണ്ട്. മറ്റേ ദാസേട്ടൻ പാടിയതിനകത്ത് ഒരുപാട് സംഗതി ഇല്ല. മോളിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുറേ സംഗതികൾ പാടി. അപ്പോൾ അത് പാടിയതിനകത്തും കുറേ കേട്ട് പഠിച്ചിരിക്കുന്നതിനകത്ത് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. മോള് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പാട്ട്, നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു. അതായത് മാക്സിമം ഒരു മോക്ക് പറ്റുന്ന മോടെ പ്രായത്തിനൊത്ത് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മോളെ. കാരണം പല സ്ഥലങ്ങളും അതിപ്പം സിത്തു ചേച്ചിയും ചേച്ചിന്ദ്ര സാറും പറഞ്ഞു തരും. കാരണം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്ന കാരണം നമുക്ക് പിന്നെ സംഗതികൾ പാടുമ്പം അത്ര ഹാർഷാർക്കരുത്. ഭയങ്കര ഹാർഷായിട്ട് പാടുമ്പോൾ എന്ത് കിട്ടുമെന്ന് അറിയാൻ മോളെ, ഒരു ആ സംഗതിക്ക് ഒരു സുഖം പോവും. ആ പല്ലവി ഒന്ന് പാടിക്കും ജസ്റ്റ്. കണ്ണനിന്നു പേര് രേവതി നാള് ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോ അത് അത്ര ആകോ? ആ കേട്ടോ. ഉയരങ്ങളിൽ ഉയരാനൊരു രാജയോഗം അത്രയും ഘടിപ്പിക്കുക. കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വേണം. അടുത്തത് മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ. അത് അവിടൊക്കെ മോളെ ഓക്കെ. അടുത്തത് മടിയിലുറങ്ങുമ്പോൾ തിങ്കളാണിവൻ സൂര്യനായു. അത്രേ ഉള്ളൂ. സൂര്യനായുണരുമൻ. അങ്ങനെ കേട്ടാണ് ആ വെർഷനാണ് പഠിച്ചെങ്കിൽ അത് പെർഫെക്റ്റ് ആക്കണം. എത്ര സൂര്യനായി പഠിക്കും? സൂര്യനായുണരുമെൻ കൈകളിൽ. മോള് അത്രയും സംഗതികൾ വരുമ്പോഴത്തേക്ക് മോക്ക് താങ്ങുന്നില്ല മോളെ. അതിൻ്റെ ഭംഗി കുറച്ചങ്ങ് നഷ്ടപ്പെടുന്നു അത് വരുമ്പോഴത്തേക്ക്. മോള് നന്നായിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്, നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് മോടെ വോയിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്. കാരണം എന്ത് ചെറുത് പാടിക്കഴിഞ്ഞാലും വെടിക്കെട്ട് പോലെ വെളിയിക്കും. അപ്പം മോള് പാടുന്ന ചിരിച്ചോണ്ട് അത് ബാക്കിയെല്ലാം നല്ലതാണ്, നല്ല ചിരിച്ചോണ്ടൊക്കെ പാടി. പക്ഷേ ഈ സംഗതികൾ മാറിപ്പോകുമ്പോഴത്തേക്ക് ഒരു ജസ്റ്റ് ആ പാട്ടുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അതുപോലെ തന്നെ അനുപല്ലവിയിലും ചരണത്തിലും അതൊക്കെ നോക്കണം കേട്ടോ മോളെ. പഠിക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, ഏത് വെർഷൻ പഠിച്ചാലും. ഓക്കെ മക്കളെ, ഓറഞ്ചുട്ടി, ഞാനിപ്പോ എന്റെ ഗുരുനാഥൻ പുതുതായിട്ട് പഠിപ്പിച്ചതാണ് ഒടി വിദ്യ. പുതിയ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒടി വെക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ഒടി വെച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇത് ഈ പാട്ടിന്റെ അകത്ത് പറഞ്ഞു കണ്ണൻ എന്ന് പേര് രേവതി നാളെന്ന്. കണ്ണന്റെ നാള്. അങ്ങനെയാണ് നമ്മുടെ ഓറഞ്ച് കുട്ടിയുടെ നാളെന്താന്ന് പറയാൻ പറ്റും? ഇത് പറഞ്ഞാൽ സമ്മതിക്കാം, നന്നായിട്ട് ഒടി വെക്കും. മകം പിറന്ന മങ്കി അല്ല,
മകം പിറന്ന മങ്കി അല്ല. ഓറഞ്ചുട്ടി ഇവിടുന്ന് മിണ്ടരുത്. ഒന്നും പറഞ്ഞു കമ്പനി ആയതുകൊണ്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയാൻ പറഞ്ഞ മകമല്ല. ശരിയാണോ? മകമല്ല. ശരിയാണോ? മകമല്ല. അല്ല. പൂരം അല്ല. പൂരമല്ല. അശ്വതി അല്ല. അശ്വതി അല്ല. രേവതി അല്ല. അത്തമല്ല. ചിത്തിരയല്ല. ചോതിയല്ല. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരെണ്ണം കാണും. ബാക്കിയെല്ലാം പറഞ്ഞ് ഇതൊന്ന് ശിക്ഷ. മകമല്ല, പക്ഷെ മകൈരമാണ്. മകൈരം കറക്റ്റാണോ? മകീരം കറക്റ്റാണോ? മകൈരം കറക്റ്റാണോ? ഒടി വെച്ചു. അതോര പേരഴകി എങ്ക നീ വന്തഴകി ഉന്നെ പാക്കുറാ. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഈ ഒടിവിദ്യക്ക് ഒരു പ്രത്യേകത. നമ്മുടെ തൊട്ടടുത്ത് ഇരിക്കുന്ന നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ശിഷ്യനോ ശിഷ്യക്കോ തുല്യായ ആൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കാൻ പറ്റും. സിതാര ചേച്ചിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ല, അത് കൊടുത്താലേ കിട്ടുള്ളൂ. കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ ഒരു കാര്യം കൂടെ പറയാം. വീട്ടിൽ വിളിക്കുന്ന പേര് മാളു എന്നാണ്. ഏട്ടാ ഗുരുനാഥ നമസ്തേ. ഇത് ഒടിയല്ല, വടിയാണിത്. ഇത് വടി വെക്കുകയാണ്. ഇനി ഞാന് നമ്മുടെ മകൾക്ക് ഇത് പകർന്നു കൊടുക്കാം. ശിഷ്യന്റെ ശിഷ്യന കിട്ടിപ്പോയി. ഞാൻ ഒരു ചോദ്യം ചോദിക്കും. ഈ മാളു എന്ന ദേവിക, നമ്മുടെ ഓറഞ്ച് കുട്ടിയുടെ വീട്ടു പേര് എന്താണ്? ആലോചിക്കട്ടെ സർ. ഇപ്പൊ വരില്ലേ ഇൻഫർമേഷൻ? ഇപ്പൊ വരും മെസ്സേജ്. ഒരു 256 മെഗാബൈറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഫുൾ. കുറച്ചും കൂടി ബാക്കിയുണ്ട് സാർ. 40 മെഗാബൈറ്റ്. ഇപ്പൊ പറഞ്ഞു. കുന്നത്തേരി എന്നാണോ? എനിക്ക് കിട്ടിട്ടോ. ഞാൻ ഇത്ര ദിവസം എനിക്ക് മാത്രം ഈ വിദ്യൊന്നും കിട്ടാത്ത എനിക്കും പകർന്നു തരണം. നോക്കട്ടെ, ആലോചിക്കട്ടെ. അങ്ങനെ പറയുന്നു. വാവല്ലേ ഞാൻ. സത്യം തന്നെയാണല്ലോ അല്ലേ? സത്യം. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ദേവിക നമ്മുടെ ഓറഞ്ച് കുട്ടിയുടെ നാള് മകൈരമാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് മാളു എന്നാണ്. പിന്നെ വീട്ടുപേര് കുന്നത്തേരി എന്നാണ്. ബാക്കിയുള്ള പിന്നെ നമ്മൾ ഓരോ എപ്പിസോഡില് ഓറഞ്ച് കുട്ടിയുടെ വിവിധ ഭാവങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. ഓറഞ്ച് കുട്ടി എപ്പോഴും പാടുമ്പോൾ അങ്കിളിങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഇപ്പൊ MG സാർ പറഞ്ഞതൊക്കെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് MG സാർ പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓറഞ്ച് കുട്ടിക്ക് ഈ നാടൻ പാട്ട്, ഒരുപാട് ഫോക്ക് സോങ്സ് ഇങ്ങനെ കൊച്ചിലെ മുതൽ പാടി ആ ജോണറുമായിട്ടാണ് ബന്ധം. ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏത് പാട്ട് പാടിയാലും അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ത്രോയില് പാട്ടുകൾ പാടും. സംഗതികളും അതുപോലെയാണ്. നമ്മുടെ നാടൻ പാട്ടിലൊക്കെ ഉള്ള സംഗതി പോലെയാണ് ഇപ്പൊ ഇതിനകത്തും പാടിയിരിക്കുന്നത്. അപ്പോ അതിലൊരു വ്യത്യാസം നമ്മളുണ്ടാക്കും. ദേവിക കുട്ടിയെ ഈ ലോകത്തേക്ക് ഏറ്റവും വലിയ പാട്ടുകാരിയാക്കും നമ്മള്. കേട്ടാ, ഞാൻ പൊക്കം വെച്ച് അങ്ങ് അവിടെ തട്ടണ വരെയുള്ള വലിയ പാട്ടുകാരിയാക്കും. കേട്ടോ, വലിയ ആനയെ കണ്ടില്ലേ? ആ വലിയ ആനയെക്കാളും വലിയ പാട്ടുകാരിയാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ട ഒരു ഗുരുനാഥനെ ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഉടനെ കിട്ടുമ്പോഴത്തേക്കും ഈ പാട്ടൊക്കെ ഇങ്ങനെ ഒരു 180 ഡിഗ്രീസ് ചേഞ്ച് വരും. പിന്നെ നമ്മുടെ ഓറഞ്ച് കുട്ടി ഇവിടെ പാടാൻ പോണ എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഏട്ടാ. അല്ലേ നമ്മള് പൊളിക്കൂലേ? അടിച്ച് പൊളിക്കുന്നു പറയും. പൊളിക്കണം, പൊളിച്ചേ പറ്റും കേട്ടാ. സത്യ നന്നായിട്ട് പാടി കേട്ടോ. എപ്പോഴും നന്നായിട്ട് തന്നെയാണ് മോള് പാടാറുള്ളത്. ഇപ്പം എം ജി അങ്കിളും പറഞ്ഞ കാര്യം തന്നെ എനിക്കും പറയാനുള്ളൂ. കാരണം ഇത് മോളുകുട്ടി ഈ ഒരു പാട്ടിന്റെ മുകളിൽ മാത്രം വരുത്തേണ്ട കറക്ഷൻസ് അല്ല. എല്ലാ പാട്ട് പാടുന്ന സമയത്ത് മോൾക്കൊരു ശൈലിയുണ്ട്. ആ ശൈലി ഉണ്ടാവുന്നത് നല്ല കാര്യമാണ്. കാരണം മോളുടേതായിട്ടുള്ള ചില പാട്ടുകൾ കിട്ടുന്ന സമയത്ത് അത് വേറെ ആർക്കും പാടാൻ പറ്റാത്ത അത്ര ഭംഗിയായിട്ട് മോൾക്ക് പാടാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞില്ലേ നാടൻ ശൈലിയിലുള്ള പാട്ടുകൾ. എന്താ വെച്ചാൽ ഇപ്പം മോളുടെ തൊണ്ടയിൽ വരുന്ന സംഗതികൾ അത് പ്രയാസമാണ് സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ വരാൻ. അത്രയും ക്രിസ്പായിട്ട് നല്ല ടൈറ്റായിട്ടുള്ള സംഗതി വരുന്നുണ്ട്. പക്ഷെ ഈ പാട്ടിനത് ആവശ്യമില്ല. അതിങ്ങനെ മുഴച്ചു നിൽക്കുക. ആ സംഗതികൾ മാത്രമായിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ അവിടെ അതിങ്ങനെ കേൾക്കുക. അങ്ങനെ കേൾക്കരുത്. ഈ പാട്ടൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകേണ്ടതല്ലേ. അപ്പോൾ ആ സംഗതികളുടെ ഒരു സ്വഭാവം ഇത്തിരി മാറ്റേണ്ടതുണ്ട്. സോഫ്റ്റാണ്. അതിനൊക്കെ ഈ പറഞ്ഞ മാതിരി ഒരു ബേസിക് ട്രെയിനിങ് മാറ്റിയെടുക്കേണ്ടതുണ്ട്.
അതിനാണ് ഇപ്പം മംഗളൊരു ടീച്ചറെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ മോള് മെല്ലെ മെല്ലെ അതൊക്കെ മാറ്റി ഏത് പാട്ടിന് ഏത് രീതിയിലാണ് പാടേണ്ടതെന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അതിനനുസരിച്ച് കുഞ്ഞുമണി വലിയ കുട്ടിയാവുമല്ലോ, അപ്പോൾ കുറേയും കൂടിയൊക്കെ ആലോചിച്ച് ചെയ്യാൻ പറ്റും. എന്നാലും ഇപ്പോൾ ഈ ടോപ്പ് സിംഗറിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഗ്രൂമേഴ്സ് ആണെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പം ദേവിയക്കുട്ടിയുടെ മുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്, അവൾക്ക് വേറെ പാടാനുള്ള ഒരു പ്രശ്നവുമില്ല. എന്തും തൊണ്ടയിൽ വരും, അങ്ങനത്തെ ഒരു ടച്ച് വുഡ്, അങ്ങനത്തെ ഒരു ശബ്ദം തൊണ്ടയ്ക്ക് കിട്ടും. സത്യമാണ്, കാരണം എല്ലാ സംഗതിയും വരും. അതെ, അതൊക്കെ ഉള്ള ആളാ. അപ്പം അതിനെങ്ങനെ എത്ര റെഗുലേറ്റ് ചെയ്യണമെന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി, ആരാണോ ഗ്രൂം ചെയ്യുന്നത് അവർ. ഓക്കെ മാ, ഗോഡ് ബ്ലെസ് യു കേട്ടോ. കുന്നത്തേരി വീട്ടിൽ ഓറഞ്ചൂട്ടിയല്ലേ, പൊന്നുമാളൂട്ടിയല്ലേ, B+, ആണ് ഗ്രേഡ്. താങ്ക് യു സർ. Push. Congratulations, you are awarded B+ for the song. Very good, very good. உனக்கென்ன வேணும் சொல்லு, உலகத்தை காட்டச் சொல்லு, புது இடம் புது மேகம் தேடி போவோமே. ടോപ്പ് സിംഗറിന്റെ ഈ വേദിയിൽ ഫാമിലി റൗണ്ടുമായി ഇവിടെ എത്തുന്നു ടോപ്പ് സിംഗറിന്റെ പ്രിയ ഗായകൻ സൂര്യ മഹാദേവൻ. വെൽക്കം ഓൺ സ്റ്റേജ്. ഫാമിലി റൗണ്ടിൽ ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് തങ്കമൻസ് അമ്മമൻസ് എന്ന പാട്ടാണ്. രാപ്പകൽ എന്ന സിനിമയിൽ മമ്മൂട്ടി സാർ അതിഗംഭീരമായിട്ട് അഭിനയിച്ച പാട്ടാണ്. പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എൻ്റെ അച്ഛനില്ല, അച്ഛൻ ദുബായിലാണ്. അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ പാട്ട് ഞാൻ അച്ഛനാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആലപ്പുഴ വളവിൽ കളിയാടണതാരപ്പ, കരുവാറ്റ കനവിൽ വള്ളം തുഴയും മാർപ്പാപ്പ. എന്താണ് മുണ്ട കൊടുത്ത്? ഫാമിലി തീം റൗണ്ട്. ഫാമിലി റൗണ്ടാണ്. ഏത് പാട്ടാ പാടുന്നത്? എന്ന് പാടാൻ പോകുന്നത് തങ്കമനസ് അമ്മമൻസ് എന്ന തങ്കമനസ്. അപ്പം ഫാമിലി, സന്തുഷ്ടമായ കുടുംബമായിരിക്കും തീരുമല്ലേ? അമ്മയുണ്ട്, അച്ഛയുണ്ട്, പിന്നെ ആരൊക്കെയുണ്ട്? അച്ഛനില്ല, അച്ഛൻ ദുബായിലാണ്. ഓ അതെയോ, ഓക്കെ. പിന്നെ ആരൊക്കെയുണ്ട്? പിന്നെ മാമനുണ്ട്, പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേച്ചി. ഇന്നത്തെ മമ്മൂക്കയാണ് സ്റ്റേജില്. അതെ. ഓൾ റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാനമ്പാടി പൈകിടാവ് കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈ നീട്ടമൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും, ഞാൻ തൊഴുതു കാലിൽ വീഴും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ, ഈ മുറ്റത്തെ തുളസി പോലെ. പൊട്ടു തൊടുമ്പോൾ ഈ നല്ല നെറ്റിയിലെന്നും സൂര്യൻ ഉദിച്ചിരുന്നു, പണ്ടെന്നും സൂര്യൻ ഉദിച്ചിരുന്നു. വാത്സല്യ തിരയിളകും ഈ സ്നേഹ കടലിലെന്നും ചിപ്പി വിളയുമല്ലോ, കരുണതൻ മുത്തുപൊഴിയുമല്ലോ. ഓണനിലാവല്ലേ അമ്മയെന്നും നന്മ മലരല്ലേ, ആരെ കണ്ടാൽ
തുളസി പോലെ കനവിനുള്ളിൽ നാഴൂരി പുഞ്ചിരിയുണ്ട് നാവോർ കൂടം പോലെ കൊഞ്ചി വരും നാമക്കിളികളുണ്ട് അമ്മയ്ക്ക് ബുക്ക് നടക്കാൻ പുന്നാര പൈക്കളുണ്ട് അക്കരെ ഇക്കരയ്ക്ക് കടത്തിനൊരമ്പിളി തോണിയുണ്ട് വീടേ വീടെന്ന് മൊഴിയില് നാടേ നാടെന്ന് ആരുണ്ടെന്നാലും അമ്മതൻ കൂടെ ഞാനുണ്ട് തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാനും പാടി പൈകിടാവേ കോടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷു കൈ നീട്ടമൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാനം പാടി പൈകിടാവേ ഞാനം പാടി പൈകിടാവേ പറയൂ മീനുക്കുട്ടി. നല്ല രസമായിട്ട് പാടിയെന്ന്. അല്ല അങ്ങനല്ല, ഞങ്ങളൊന്ന് പറഞ്ഞു, ഞങ്ങള് വെറുതെ തമാശ പറയുന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫാമിലി റൗണ്ടിൽ എല്ലാരും കൂടെ വന്ന് നല്ല രസമുണ്ടായിരുന്നു. പിന്നെയും നല്ല രസമുണ്ടായിരുന്നു. ഈ രസം ഇല്ലാതെ ഒരു പരിപാടിയില്ലേ? രസം അത് ഞാൻ രസം എപ്പോഴും പറഞ്ഞു രസം വരാണ്ടൊന്നും വരാനില്ല. പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? രസത്തിന് പകരോ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. മക്കളെ എന്തോ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എല്ലാവരെയും കൂടെ കണ്ടപ്പോ വളരെയധികം സന്തോഷം. അച്ഛൻ, അമ്മ, ഇത് എൻ്റെ ആൻറ്റി. എല്ലാവർക്കും നമസ്കാരം. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ശശിധരൻ പിള്ള, ചിറയൻകീഴാണ് താമസിക്കുന്നത്. ഓ, ട്രിവാൻഡ്രം സൈഡാണ്. നസീർ സാറിന്റെ സ്ഥലത്താണ്. അയൽവക്കമാണ്. കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഓ ശരി, ഭാഗ്യവാനാണ്. കാരണം വേറൊന്നുമല്ല, ഇത്ര വലിയൊരു മനുഷ്യനെ, നല്ലൊരു മനുഷ്യനായിരുന്നു. നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരിയായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു സ്കൂളും ഉണ്ട്, രേൺമസർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കൂന്തള്ളൂർ. അമ്മ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടത് ഞാൻ മണിപ്രവാളത്തിൽ സംസാരിക്കുന്ന ഒരാളാണെന്ന്. പല ഭാഷ ഒന്നിച്ചാണ്. അമ്മയുടെ ചോദിക്കട്ടെ. എന്റെ പേര് രേണുകാണ്, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. അപ്പൊ തമിഴ് താനാ ബേസിക്കലി? തമിഴ് മലയാള മിക്സ് ആണ്, അതാണ് ഞാൻ മണിപ്രവാളം തന്നെ. തമിഴ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് ശരിക്കും, തായ്മൊഴി തമിഴ്. ഒരു സംശയം വന്ന്, ഈ ചിറയൻകീഴ് കിടക്കുന്ന ആള് നാറുവിൽ എന്തിനു പോയത്? ഇത് അങ്കിള്, സൂര്യയുടെ അങ്കിള്. ചേച്ചി എന്റെ സഹോദരന്റെ വൈഫാണ് സൂര്യയുടെ അമ്മ. ഞാൻ സൂര്യയുടെ ഫാദർ ദുബായിലാണ്. അത് പറ, കാരണം പെട്ടെന്ന് കൺഫ്യൂഷൻ ആവൂലേ. അപ്പൊ ഫാദർ എവിടെ താമസിക്കുന്നേ? അത് മനസ്സിലായി, വെളിയിലാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പൊ ചിറയൻകീഴ് തന്നെ. ശരി. അല്ല, ചിറയൻകീഴിന്ന് എങ്ങനെ ഈ നാഗർകോവിലിൽ പോയെന്നാ ഞാൻ ചോദിക്കുന്നത്. അത് റിലേറ്റീവ്സ് ഒക്കെ നാഗർകോവിലുണ്ട്. ഹസ്ബൻഡോടെ അമ്മയൊക്കെ നാഗർകോവിൽ. എന്നിട്ട് മാരേജ് അതെങ്ങനെ സംഭവിച്ചു?
ഹസ്ബൻഡോட അമ്മ വന്ന് നാഗർകോവിൽ എന്താ കല്യാണം കഴിച്ചത് അച്ഛന്. അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് സംബന്ധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും அதெல்லாம் கேட்கறது வந்து இந்த சம்பந்தம் இந்த மேரேஜ் வந்து ലവ്വാ അല്ലയാ അറേഞ്ച് മാരേജ്. അത് കഷ്ടമായി പോയി. നമ്മൾ വിചാരിച്ചു അങ്ങനെയല്ല, ഭയങ്കര ഒരു കേട്ടാ സൂര്യ പഴയ ഒരു പ്രണയ കഥ ഇങ്ങനെ വിടർന്നു വരും എന്ന് ഞാനൊരു ബൈലിംഗ്വൽ സിനിമയുടെ സാധ്യതയൊക്കെ കണ്ടു, തമിഴിലും മലയാളത്തിലും ഒരുമിച്ചെടുക്കാത്ത ഒരു പടം. സൂര്യകുട്ടി, എന്തോ നീ അമ്പട കേമനാണ് കേട്ടോ. അമ്പട കേമ എന്ന് വിളിക്കില്ലേ, അതുപോലെ കേമനാണ് കേട്ടോ. അമ്മയുടെ അടുത്ത് നിന്ന് പാടാൻ പറ്റുക എന്ന് പറയുന്നത് അതിനപ്പുറം വലിയ ഭാഗ്യം തന്നെ. ഇപ്പൊ ഞാൻ ഇവിടെ ഇത് കാണുമ്പോഴേ ഞാൻ ഓർക്കും, എനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം ഇനി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് അമ്മയുള്ളപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഈ സമയം എന്ന് പറയുന്നത് അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ്. അപ്പൊ അമ്മയുടെ അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹമാണ്. അമ്മയുടെ അനുഗ്രഹമുള്ള ഒരു മകനും പാഴായി പോയിട്ടില്ല. മനസ്സിലായോ? ഒരു കഥ പറയുന്നത്, അതായത് മഴ നനഞ്ഞിട്ട് മകൻ വീട്ടിൽ വരുമ്പോൾ, കേട്ടോ അമ്മേ, ഒരു വലിയ മഴ നനഞ്ഞിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ അച്ഛൻ പറയുന്നു, ഡാ നിന്നോട് മഴ നനഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല, നിനക്ക് അടി വാങ്ങിക്കും കേട്ടോ എന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ ഉടനെ അപ്പുറത്ത് നിന്ന് ചേച്ചി പറയുന്നുണ്ട്, അല്ലേലും ഇവനിങ്ങനെയാ പൊട്ടനാ, അവനിങ്ങനെ മഴയും നനയും അത് നനയും ചുമ്മാ അച്ഛനൊന്നും പറയണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ബ്രദറുണ്ട്, ബ്രദർ പറയും, ഇതൊന്നും അവൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, 1000 പ്രാവശ്യം പറഞ്ഞാലും അവൻ കേൾക്കൂല എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അമ്മ വരുന്നുണ്ട്. അമ്മ പറയുന്നു, ഒരു നശിച്ച മഴ എന്ന് പറഞ്ഞിട്ട് തോർത്തും കൊണ്ടുവന്നിട്ട് മോനെ തോർത്തിട്ട് പറയണം, ഈ മഴയുണ്ടല്ലോ വെറുതെ എൻ്റെ ഉണ്ണിക്ക് പനി വരുത്തുമല്ലോ എന്നമ്മ പറയും. അതാണ് അമ്മയുടെ സ്നേഹം. ആ സ്നേഹം നമുക്ക് വേറെ എവിടെയും കാണാൻ പറ്റില്ല. അങ്ങനെ അമ്മയുടെ സ്നേഹത്തിന്റെ പാട്ടാണ് അമ്മ മനസ്സ്. അതെ, മുറ്റത്തെ തുളസി പോലെ. തുളസി എന്ന് പറയുന്നത് ഏറ്റവും പ്യുവർ പ്രിസ്റ്റീൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തുളസി എന്ന് അമ്മയുടെ ആ ഒരു വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പാടി, അത് പാടേണ്ട രീതി പാടി. അതിനിടയിൽ കുറച്ച് ആക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓക്കെ. അതിനിടയിൽ കുറച്ച് ശ്രുതിയും പോയി. അപ്പോൾ ശ്രദ്ധ, നമ്മുടെ പെർഫോമൻസിൽ എപ്പോഴും ശ്രദ്ധ വേണം. ആ ശ്രദ്ധ പോകാൻ പാടില്ല. പിന്നെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ചില ആംഗിൾസ് എന്നൊക്കെ പിണറായി വിജയൻ സാറിനെ പോലെ ഇല്ലേ, ഓമ്പത്തിയോട് കാര്യമൊന്നുമില്ല, കണ്ടുപിടിച്ച് കഴിഞ്ഞു, അങ്ങനെ ആയിപ്പോയില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി. എന്തായാലും അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യോ? വിജയൻ സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. പാട്ട് അല്ലെങ്കിൽ മിമിക്രി ഒന്നുമില്ല? അമ്മയ്ക്കോ? ഇല്ല, പാട്ടൊന്നും. പാട്ടുണ്ട്, ഉണ്ട് ഇருக்கு. എനിക്ക് തെരിയും പാട്ടുണ്ട്, അത് പാടും എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് അപ്പൊ ഒരു 2 ലൈൻ തമിഴ് മതി. തമിഴ് അറിഞ്ഞൂടാ. തമിഴ് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം അന്ന് പാടിയ ഒരു പാട്ടുണ്ടല്ലോ. ഇല്ല. ആ പാട്, സൂര്യ പറയുന്ന പാടും. സൂര്യ കൂടെ പാടും. സൂര്യ കൂടെ പാടും. മലരേ മലരേ മൗനമാ സബാഷ്. മൗനമേ വേദമാ മലர்கள் பேசுமா பேசினால் போயுமா. അത് മതി കാരണം ആ സ്പിരിറ്റ് വെരി ഗുഡ്. ആ സ്പിരിറ്റ് മതി കേട്ടോ. അത് സബാഷ് അത്രയൊക്കെ മതി. പാടുവോ? ഇല്ലല്ലോ. പാടുവോ? ഇല്ല. അപ്പൊ എല്ലാരും എനിക്ക് സൂര്യനെ ഇഷ്ടപ്പെട്ടു. കാരണം സൂര്യൻ എല്ലാത്തിനും പണി കൊടുക്കുകയാണ്. കിട്ടിയ അവസരം. പാടു, അമ്മായി പാടും. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നു നിത്യവാനിലലിയുന്നു ദാഹമോ. മതി, അത്രയും മതി. അതായത് ഞാനുണ്ട് അമ്മായി, അങ്ങനെ കിട്ടിയേക്കണേ. ബേസിക് ആയിട്ട് ഞാനും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയെന്നേ ഉള്ളൂ. ഇനി സൂര്യയിലോട്ട് വരാം.
സൂര്യ അത്ര ശരിയായില്ല കേട്ടോ. സൂര്യക്ക് മനസ്സിലായിട്ടാ നമ്മൾ കളിപ്പിക്കാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? പക്ഷെ കളിപ്പിക്കല്ല. കളിപ്പിക്കാണോ കളിപ്പിക്കല്ലേ? സാറിന്റെ ഇഷ്ടം അതല്ല ഞാൻ പറയുന്നു, അത്ര ശരിയായില്ല എന്ന് പറയുന്നു. അത് ഞാൻ കളിപ്പിക്കുകയാണോ അതോ കളിപ്പിക്കല്ലേ? തുറന്നു പറഞ്ഞോ. സീരിയസ് ആയിട്ട് എടുക്കും. യോടാ മണ്ട, ഞാൻ ഇത്രയും നന്നായിട്ട് പാടിയിട്ട് മോശമാണെന്ന് പറയൂ? അസലായിരുന്നു കേട്ടാ, വെരി ഗുഡ്, അതെല്ലാം കേട്ടു. നേരത്തെ പറഞ്ഞു ശ്രുതിയൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊന്നും സാരമില്ല, കുഴപ്പമില്ല. എന്നാലും ഈ പാട്ട് എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്ന ഒരു സംഭവം അമ്മയുടെ അടുത്തുള്ള അറ്റാച്ച്മെന്റ് ആണ്. ആ പാട്ട് കഴിഞ്ഞപ്പം അമ്മയും മകനുമായിട്ട് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്തപ്പോൾ കുട്ടൻ പറഞ്ഞ പോലെ തന്നെ കുട്ടനും അറിയാം എൻ്റെ അമ്മേ, എനിക്കും അറിയാം കുട്ടൻ്റെ അമ്മേ. ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത്, അതായത് പൂജപ്പേര് തൈക്കാട്, വളരെ അടുത്താണ്. എൻ്റെ അമ്മ മരിച്ചപ്പോൾ കുട്ടൻ വീട്ടിൽ വന്നിരുന്നു, കുട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിരുന്നു. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു ബോണ്ടിങ്ങാണ്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയുകയാണ്. കാരണം ആ ഒരു സ്നേഹം കുട്ടൻ നേരത്തെ പറഞ്ഞു, കാരണം ഇനി കിട്ടില്ലല്ലോ എന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഞാൻ എപ്പോൾ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാലും ഞാൻ അമ്മയുടെ അടുത്ത് പോകും. എവിടെ ഉണ്ടെങ്കിലും പ്രോഗ്രാമിന് പോകുന്നതിന് മുമ്പ് 2 കാര്യം ചെയ്യും. ഒന്ന്, ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ പോയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മ ഈ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു ഉമ്മ വയ്ക്കും. എന്നിട്ട് പറയും നന്നായി വാ. അതിപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ പോകുന്ന വഴി ആദ്യം ഗണപതിക്ക് തേങ്ങ അടയ്ക്കും. ഒരു തേങ്ങ ഗണപതിക്ക് ഇരുന്നോട്ടെ. എനിക്ക് എല്ലാ ദൈവത്തിനും വിശ്വാസമാണ്. പക്ഷേ ഇത് കൊച്ചിലെ 14 വയസ്സിൽ 15 വയസ്സിൽ ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ തൊട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഇന്ന് അതിൽ ഒരു ചടങ്ങേ ഉള്ളൂ. മറ്റേ ചടങ്ങുകൾ അതിനാളില്ല, അമ്മയില്ല. അപ്പം അമ്മയുള്ളപ്പം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി മോൻ അമ്മയ്ക്ക് അത്രയും സ്നേഹം കൊടുക്കണം. മനസ്സിലായോ? ഇപ്പോഴേ ഉള്ളൂ, ആ സ്നേഹം കൊടുത്തോളുക. പാട്ടൊക്കെ നന്നായിരുന്നു. ഈ നിങ്ങളുടെ ഫാമിലി എല്ലാം അച്ഛനെ അന്വേഷിച്ചായിട്ട് പറയാം. ഷാർജയിൽ നിങ്ങൾ 28-ാം തീയതി ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഷാർജയ്ക്ക് അടുത്തുണ്ട്. ദുബായ്ക്കും ഷാർജയ്ക്കും ഇടയ്ക്ക് ഉണ്ട്. വന്ന് കാണാൻ പറയൂ. വരുമ്പോഴത്തേക്ക് ഒരു 2 മാലയോ ഗോൾഡിന്റെ മാലയോ എല്ലാം കൊണ്ടുവരാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് 2 പേർക്കും, സിത്തുവിനും. ഇതുപോലത്തെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഒരു 10 പവന്റെ മാലയോ, ഇദ്ദേഹത്തിനൊരു 4 പവന്റെ മോതിരവും, സിദ്ധുവിനൊരു വാഷിംഗ് മെഷീനോ, സിദ്ധുവിന് വല്ല ഒരു ഫ്രീസറോ വാഷിംഗ് മെഷീനോ കൊടുത്താൽ മതി. അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യങ്ങൾ നമ്മളത് നിഷേധിക്കില്ല കേട്ടോ മോനെ. ഓക്കെ, ഇങ്ങനെ ടോപ്പ് സിംഗറിൽ ജഡ്ജ് ആവാൻ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എന്ത് ചെയ്യും? അതാണ് പറഞ്ഞത്, നമ്മള് പറഞ്ഞു. സൂര്യ നല്ലായിട്ട് പാടി കേട്ടോ. ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് എന്താ തോന്നി, അഫ്കോഴ്സ് ഈ സിനിമയിൽ ഈ പാട്ടൊക്കെ നമ്മൾ കുറേ തവണ കണ്ടതൊക്കെയാണല്ലോ. പക്ഷെ ഇപ്പൊ ഇത് വേദിയിൽ കണ്ട സമയത്ത് അതിന്റെ വിഷ്വൽ ഇതാണെന്ന് തോന്നുക. അത്രയ്ക്കും ചേർന്ന് പാടി. എസ്പെഷ്യലി സൂര്യന്റെ ശബ്ദത്തിൽ ആ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ട്. ശ്രുതിയുടെ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പല്ലവിയിലൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഓരോ വരി അവസാനിക്കുന്ന സ്ഥലത്ത്, കിടാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ സൂര്യനെ നോക്കിയായിരുന്നു. അപ്പോൾ കറക്റ്റ് ചെയ്യും, കറക്റ്റ് ശ്രുതിയിലേക്ക് ഇങ്ങനെ ചേർക്കും, ട്യൂൺ ചെയ്യണ മാതിരി, ഇൻസ്ട്രുമെന്റ് ട്യൂൺ ചെയ്യണ മാതിരി. പിന്നെന്താ, നല്ല ആക്ടായിരുന്നു. ഒരുപാട് ബഹളങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിൽ പോലും നല്ലതായിരുന്നു. നിങ്ങൾ അമ്മയും അമ്മായിയൊക്കെ ഉദ്ദേശിച്ച സമയത്ത് കോടി കിട്ടിയില്ല തോന്നുന്നുണ്ടല്ലേ? സത്യമല്ലേ അത്? കുറേ പേര് വരിക്കാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓണക്കോടി മറ്റേ വിഷുക്കോടി കിട്ടും വിചാരിച്ചിട്ട് ആ സമയത്ത് സാധനം കൊണ്ടുവരുന്ന ആൾ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നേ അല്ലേ? നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ സൂര്യ? അങ്ങനെ സംഭവിച്ചു ഇതിൻ്റെ ഇടയിൽ. എന്നായിരുന്നു കേട്ടോ, നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതറിയോ, ഈ മൊത്തം സെഷനിൽ അവസാനം അമ്മയോടും അമ്മയോടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ സൂര്യൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവരെ എൻകറേജ് ചെയ്തിട്ട് പാടുന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പാടുമ്പോഴും അമ്മ പാടുമ്പോഴൊക്കെ അവനിങ്ങനെ ചിരിച്ച് ആസ്വദിക്കുക. എടുക്കാൻ നല്ല കുട്ടി. അത് സൂര്യൻ നല്ല മോനാന്നുള്ളതിനുള്ളൊരു അതിൻ്റെ അടയാളമാണ് കാണുന്നതൊക്കെ കേട്ടോ. ഇതേപോലെ തന്നെ ഇരിക്കും എപ്പോഴും, എല്ലാവരുടെയും ചെല്ലക്കുട്ടിയായിട്ട് എല്ലാ കാലത്തും അവർക്കൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പിന്നെ മാം, എനിക്കൊരു കാര്യം പറയണം. ഞാൻ ഒരു കടയിൽ പോയപ്പോൾ അവിടെ 2 ആൻറ്റിമാർ പറഞ്ഞു മോൻ ടോപ്പ് സിംഗറിൽ പാടാറില്ലേ.
അപ്പോൾ അത് പാടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സിത്താര ചേച്ചിയുടെ ചിരി മതി ഓഡിയൻസിനെ എല്ലാവരെയും സന്തോഷം. കേൾക്കുന്നില്ല സാർ, എന്തോ ഇല്ല, ഇനി ഇതിനെ പറ്റി കമന്റ് ഇല്ല. ഇനിയിപ്പോ ഗ്രേഡ് പള്ളിയിൽ പോയി പറഞ്ഞു. ഞങ്ങൾ കൊടുത്തയച്ചേക്കാം. പിന്നെ ഒരു ചിരിയിലല്ലേ ടോപ്പ് സിംഗർ. ചിരിക്കണില്ലേ എന്റെ കോൺഫിഡൻസ് പോയി ചിരിയുടെ ഫോണില്ല. ഇനി അത് മതി, അത് മതി, അത്രയൊക്കെ മതി. ആ ചിരിയിലാണ് ടോപ്പ് സിംഗർ ഇരിക്കുന്നല്ലേ? ഓ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ചിരി അങ്ങ് വാങ്ങിച്ചോണ്ട് വെക്കും. ആ ചേട്ടനെ കൊണ്ട് കൊടുത്തേര്. ചേച്ചിമാരോ? ആ ചേച്ചിമാര് ഏതോ കടയിൽ ആ ചേച്ചിമാർക്ക് കൊണ്ട് കൊടുത്തേര്. ലുലുമാളിൽ പോയിരുന്നു, ചേച്ചിയുണ്ട്. ആ ലുലുമാളിലെ ചേച്ചി. ആ കടയില് സാറിന് സിത്തു എന്നും പോകുന്നതാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചു സൂര്യൻ വരുമ്പോ പറഞ്ഞേക്കണേ, ചിരിയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കണേ. നമുക്ക് ഗ്രേഡ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അയ്യോ, അവരോട് എന്തായാലും താങ്ക്സ് പറയണേ കണ്ണ കേട്ടോ, ഇതിലൂടെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഈ ഗ്രേഡിനുള്ള കാര്യം ചോദിച്ചോ? അവർക്ക് വേണ്ടി ഒരു ചിരി പ്ലീസ്. ഇപ്പൊ വരും സാർ. വന്നു വന്നു. ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ടോ? ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്. അത് കൊടുത്തേക്കണേ. ബാക്കി കാര്യം സിത്തു ഏറ്റു. 2 സാരി. ചുമ്മാ സാർ, ഞാനത് ചെയ്യുന്നില്ല. വാഷിംഗ് മെഷീൻ ഒന്നും എനിക്ക് ബിരിയാണി. അപ്പൊ എന്തായാലും ഗ്രേഡ് നമ്മൾ തീരുമാനിച്ചു. ഗ്രേഡ് എന്ന് പറയുന്നത് A+ ആണ്. താങ്ക് യു സാർ. Push. Congratulations, you are awarded A+ for the song. താങ്ക് യു എല്ലാവർക്കും. എല്ലാവരും നന്നായിട്ട് അടിപൊളിയാക്കി. താങ്ക് യു സോ മച്ച്. ടാറ്റ, ഓൾ ദി ബെസ്റ്റ്. ആയില്യം കാവും മലയും മതിരാണിപ്പുഴയുടെ കടവും എവിടെ പോയിതടി പെണ്ണെ, എങ്ങനെ പോയിതടി? ഞാനൊന്നും കണ്ടില്ലല്ലോ, ഞാനൊന്നും കേട്ടില്ലല്ലോ, കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. അന്ത്യാളൻ കുന്നിനു താഴെ അരയാലില കുരുവികളെവിടെ? ധനുമാസക്കാറ്റിൻ കയ്യിൽ കുളിരെവിടെ, കുളിരെവിടെ? ഞാനവിടെ കൊയ്യാൻ പോയി, കതിർകറ്റമെതിക്കാൻ പോയി, നടുവൊന്നു നിവർത്തണ നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ. താനേ തന്നാനോ പൊന്നെ, താനേ തനതിന്നോ, താനേ നന്ദാനേ പൊന്നെ തനതിന്തന്താരോ. അരയോളം വെള്ളം നിറയും ചെറുതോട്ടിലെ പരൽമീനെവിടെ? കുടനീർത്തണമാരിക്കാറും കുടിമിന്നൽ താലിയുമെവിടെ? ഞാനൊന്നു കുളിക്കാൻ പോയി, കുറുമുണ്ടു നനയ്ക്കാൻ പോയി, മുടി കോതിക്കേറും നേരം കാണാതായല്ലോ, പൊന്നെ കാണാതായല്ലോ.
ആയില്യം കാവും മലയും മതിരാണിപ്പുഴയുടെ കടവും എവിടെ പോയിതടി പെണ്ണെ എങ്ങനെ പോയിതടി ഞാനൊന്നും കണ്ടില്ലല്ലോ ഞാനൊന്നും കേട്ടില്ലല്ലോ കണ്ണൊന്നു തുറക്കണ നേരം കാണാതായല്ലോ ആ പൊന്നെ കാണാതായല്ലോ എംജംഗിൾ ക്യൂട്ടി ദ ബ്യൂട്ടി സബ് ടോപ്പ് സിംഗറിലെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? സംശയമില്ല, ആദിത്യൻ. ജഡ്ജസ് പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. ലയൺ ഡേറ്റ് സെറപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ്, ക്യൂട്ടി ദ ബ്യൂട്ടി സബ് നൽകുന്ന മറ്റൊരു ഗിഫ്റ്റ്, മൊമെന്റ് ഓഫ് ദ ഡേ സിതാര ചേച്ചി വെച്ചു കൊടുക്കുന്നു.